ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ റിയാസ് മൊയ്ത്. വെൽക്കം ബാക്ക് ടു മൈ ആർ മീഡിയ യൂട്യൂബ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ആർ മീഡിയ യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ 2021, അതായത് ഇന്നലെ വന്ന ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, വളരെയധികം ഒരു സങ്കടം തോന്നി. അതായത് തൃശ്ശൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു, ഒരു ഉപ്പ ജീവിതത്തിൻ്റെ മുക്കാ ഭാഗവും പ്രവാസ ലോകത്തായിരുന്നു. ഞാനും ഒരു പ്രവാസിയായതാണ്. എൻ്റെ വാപ്പിച്ചാണ്. എനിക്കെൻ്റെ വാപ്പിച്ചാനാണ്, വേറെ ആരുമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ വാപ്പിച്ചിനെ സഹായിക്കണം, ദുആ ചെയ്യണം. എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ വാപ്പിച്ചാനാണ്ട്. എൻ്റെ ഉമ്മച്ചിക്ക് ഞാനും വാപ്പിച്ച് മാത്രമാണ്. വാപ്പിച്ചിക്ക് അസ്സലാമലൈക്കും. ഇതെൻ്റെ ഇക്കായാണ്. 15 വർഷമായിട്ട് ഗൾഫിലാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റാണ്. ക്യാൻസർ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, മനസ്സറിഞ്ഞ് സഹായിക്കണം. ഈ ഒരു വീഡിയോസ് കാണുന്നവരിൽ പ്രവാസിയായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ജീവിതത്തിൻ്റെ മുക്കാ ഭാഗവും ഒരു പ്രവാസ ലോകത്ത് ജീവിച്ചു തീർത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അൽക്കോബാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം വരികയും ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടിലൊരു ഹോസ്പിറ്റലാണ് ഉള്ളത്. നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഐക്കാനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഐക്കാൻ്റെ ഒരു മോള് പറയുന്ന ഒരു വീഡിയോസ് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വന്നിരുന്നു. അത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ ഉപ്പ പ്രവാസ ലോകത്താണ്. എപ്പോഴെങ്കിലും 2 വർഷത്തിൻ്റെ ഇടയ്ക്കോ 3 വർഷത്തിൻ്റെ ഇടയ്ക്കോ എപ്പോഴെങ്കിലും 1-2 മാസമാണ് എൻ്റെ ഉപ്പാൻ എനിക്ക് കിട്ടുക. അങ്ങനത്തെ എൻ്റെ ഉപ്പാൻ എനിക്ക് തിരിച്ചു വേണം. നിങ്ങളെല്ലാവരും ഒരു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സഹായം എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആ കുട്ടി ആ ഒരു വീഡിയോസിൽ കരഞ്ഞുകൊണ്ട് പറയാണ്. 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അയക്കാനെ നമുക്കെല്ലാവർക്കും രക്ഷിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും, ഈ ഒരു വീഡിയോസ് കാണുന്നവരെല്ലാവരും നിങ്ങൾ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അവിടേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ്. അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ എത്തും. അവർക്ക് വലിയൊരു ഉപകാരമാവും. ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആർക്കും ഇത് വരാം. എപ്പോഴാണ്, എങ്ങനത്തെ ആളുകൾക്ക് വരിക ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അസുഖത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു സഹായം നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബ് അതിനെന്തെങ്കിലും ഒരു വഴി നമുക്ക് അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ കാണിച്ചു തരും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആ ഒരു ഇക്കാനെ സഹായിക്കുകയും ചെയ്യാം. ഓക്കെ.